നമ്മളിനിപ്പോൾ നോക്കാൻ പോകുന്നത് ടേബിൾ ഫില്ലിംഗ് മെത്തേഡാണ്. മൊഡ്യൂൾ 3യിൽ നിന്ന് വരുന്ന ഒരു 14 മാർക്ക് ക്വസ്റ്റ്യൻ കൂടെയാണ് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ്. മൈഹൽ-നീറോഡ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഈ ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതാ ഇതേപോലൊരു DFA, നമ്മളൊരു DFA തന്നിരിക്കും. ആ DFAനെ മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ ഈ ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിതേപോലൊരു ഇതേപോലൊരു ട്രാൻസിഷൻ ഡയഗ്രാം തന്നിരിക്കും. അപ്പം നമ്മളിതിനകത്ത് ഫസ്റ്റ് നോക്കേണ്ടത് എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നോക്കണം. ഇതിനകത്ത് നമുക്ക് 5 സ്റ്റേറ്റ്സ് ആണുള്ളത്, ABCD ആൻഡ് E. അപ്പം നമ്മൾ ഇതേപോലൊരു ബോക്സ് വരയ്ക്കണം. അതായത് ABCDE മുകളിലും ABCDE റോ വൈസുമായിട്ട് വരുന്ന രീതിക്ക് നമ്മളൊരു ബോക്സ് വരയ്ക്കാം. അതിനുശേഷം ഇതേപോലെ അതിനെ ഡിവൈഡ് ചെയ്ത് എല്ലാ പേരും, അതായത് AA, AB, AC, AD, AE അങ്ങനെ എല്ലാ പേരും, ഈ സ്റ്റേറ്റ്സിൻ്റെ എല്ലാ പേരും വരുന്ന രീതിക്ക് വേണം നമ്മൾ ബോക്സ് വരയ്ക്കാൻ. അതിൻ്റെ ഡയഗണലായിട്ട് നമ്മൾ ഈ ബോക്സിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ പകുതി വരുന്ന, അതായത് AB വരുമ്പോൾ പകുതി നമ്മൾ ഡിവൈഡ് ചെയ്തതിൻ്റെ അപ്പുറത്ത് പോയില്ലേ, അപ്പോൾ അങ്ങനെ പകുതി വരുന്നതും ഡിവൈഡ് ചെയ്തതിൻ്റെ അപ്പർ സൈഡായിട്ട് പോയതും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബാലൻസ്ഡ് വരുന്ന ഫിഗർ ഇതേപോലെ വരയ്ക്കുക. ഇതേപോലെ വരച്ചതിന് ശേഷം നമ്മുടെ ഈ ഡയഗ്രാം, അതായത് തന്നിരിക്കുന്ന ട്രാൻസിഷൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മളിനി ഇതിനകത്ത് ഫില്ല് ചെയ്യണം. അതായത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പേരെടുക്കുന്ന സമയത്ത് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റിലെ 2 സ്റ്റേറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റേറ്റ് എൻ സ്റ്റേറ്റ് ആയിരിക്കണം, അതായത് ഏറ്റവും അവസാനത്തുള്ള എൻ സ്റ്റേറ്റും ആയിരിക്കണം. പിന്നെ ഒരെണ്ണം എൻ സ്റ്റേറ്റ് ആകാനും പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ AB നോക്കും. AB നോക്കുമ്പോഴത്തേക്ക് രണ്ടും എൻ സ്റ്റേറ്റ് അല്ല, അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. ഒരു എൻ സ്റ്റേറ്റും വേണം, ഒരു എൻ സ്റ്റേറ്റ് അല്ലാത്തതും വേണം. AC നോക്കും. AC നോക്കുമ്പോഴത്തേക്കും രണ്ടും എൻ സ്റ്റേറ്റ് അല്ല. പിന്നെ BC നോക്കും. BCയും രണ്ടും എൻ സ്റ്റേറ്റ് അല്ല. DA നോക്കും. Dയും Aയും എൻ സ്റ്റേറ്റ് അല്ല. പിന്നെ DB നോക്കും. Dയും Bയും എൻ സ്റ്റേറ്റ് അല്ല. പിന്നെ CD നോക്കും. Cയും Dയും എൻ സ്റ്റേറ്റ് അല്ല. A നോക്കും. അപ്പം A എൻ സ്റ്റേറ്റ് അല്ല, E എൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, EAയുടെ ആ ബോക്സ് നമ്മൾ മാർക്ക് ചെയ്യും. അടുത്തതിൽ നമ്മൾ BE നോക്കും. B എൻ സ്റ്റേറ്റ് അല്ല, E എൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് BE നമ്മൾ മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ CE എടുക്കും. CE എടുക്കുന്ന സമയത്ത് C എൻ സ്റ്റേറ്റ് അല്ല, E എൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ CE മാർക്ക് ചെയ്യും. DE നോക്കും. DE നോക്കുന്ന സമയത്ത് D എൻ സ്റ്റേറ്റ് അല്ല, E എൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ DE മാർക്ക് ചെയ്യും. നമ്മളിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇനി എന്തെങ്കിലും കൂടി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ നോട്ട് ചെയ്യും. AB, AC, BC, AD, BD, CD. അപ്പം നമുക്ക് 5 പെയേഴ്സും കൂടിയാണ്, 6 പെയേഴ്സും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ട്രാൻസിഷൻ യൂസ് ചെയ്തിട്ട് നോക്കും. അതായത് AB എന്ന് പറയുന്ന ഫസ്റ്റ് പെയർ എടുക്കും. എന്നിട്ട് അതിനകത്ത് ഇപ്പം നമുക്ക് ഈ ഫിഗറിനകത്തുള്ള ഇൻപുട്ട്സ് 0യും 1ഉം ആണ്. അപ്പം ഡെൽ ഓഫ് A0യും ഡെൽ ഓഫ് B0യും കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ഡെൽ ഓഫ് A1ഉം കണ്ടുപിടിക്കും, B1ഉം കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കും. ആ ഔട്ട്പുട്ട് നമ്മുടെ മുകളിലത്തെ ഫിഗറിൽ മാർക്ക്ഡ് ആണെങ്കിൽ ആ AB എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ മാർക്ക് ചെയ്യും. മാർക്ക്ഡ് 2 അതേപോലെ ഇതിനകത്ത് Aക്ക് 0യോ 1ഓ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഇൻപുട്ട് മാർക്ക്ഡ് ആണെങ്കിൽ നമുക്ക് ആ AB മാർക്ക് ചെയ്യാം. രണ്ടും മാർക്ക്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം ABയുടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കും. Aക്ക് 0 കൊടുക്കുമ്പോൾ B കിട്ടും, അതായത് Aക്ക് 0 കൊടുക്കുമ്പോൾ B കിട്ടും, Bക്ക് 0 കൊടുക്കുമ്പോൾ B കിട്ടും. BB എന്ന് പറയുന്നൊരു പെയർ ഇവിടെ ഇല്ല. അപ്പം നമ്മൾ എന്തെഴുതും, നോ പെയർ. പിന്നെ Aക്ക് 1 കൊടുക്കുമ്പം നമുക്ക് ഫിഗർ നോക്കുമ്പോഴത്തേക്ക് Aക്ക് 1 കൊടുക്കുമ്പം C കിട്ടും, Bക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, D കിട്ടും. CD എന്ന് പറയുന്നത് അൺമാർക്ക്ഡ് ആണ്. പിന്നെ Aക്ക് C കൊടുക്കാം, Aയും Cയും അടുത്ത പെയർ നമ്മൾ AB എന്ന് പറയുന്ന പെയർ ചെക്ക് ചെയ്തു വന്നില്ല. അപ്പം AC എന്ന് പറയുന്ന പെയർ നമ്മൾ എടുക്കും. അപ്പം Aക്ക് 0 കൊടുക്കുമ്പോൾ B കിട്ടും, Cക്ക് 0 കൊടുക്കുമ്പോൾ P കിട്ടും. Aക്ക് 1 കൊടുക്കുമ്പോൾ C കിട്ടും, Cക്ക് 1 കൊടുക്കുമ്പോൾ C കിട്ടും. BBയും CCയും എന്ന് പറയുന്നൊരു പെയർ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് അത് അൺമാർക്ക്ഡ് ആയിട്ട് കിടക്കും. പിന്നെ BC നോക്കും. BC നോക്കുന്ന സമയത്ത് ഡെൽ ഓഫ് Bക്ക് 0യും Cക്ക് 0യും കൊടുക്കും. അപ്പോൾ നമുക്ക് BB കിട്ടും. BB എന്ന് പറയുന്നൊരു പെയർ അവിടെ ഇല്ല.
ബിക്ക് 1ഉം സിക്ക് 1ഉം കൊടുക്കും. ഇപ്പം ഡി സി എന്ന് പറയുന്നൊരു പേരുണ്ട്, പക്ഷേ ഇവിടെ മാർക്ക്ഡ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യും, അടുത്തതിൽ പോകുമ്പം ബി ഡി വരുമ്പോഴത്തേക്ക് ഡെൽ ഓഫ് B0യും ഡെൽ ഓഫ് D0യും നോക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് BB കിട്ടും. BB എന്ന് പറയുന്നൊരു പേർ അവിടെ ഇല്ല. പിന്നെ ഡെൽ ഓഫ് ഇവിടെ എ അല്ല കേട്ടോ, ബി ആണ്. ബിക്ക് 1ഉം ഡിക്ക് 1ഉം കൊടുക്കുന്നതാണ്. ബിക്ക് 1ഉം ഡിക്ക് 1ഉം കൊടുക്കുമ്പോഴത്തേക്ക് CE കിട്ടും. CE എന്ന് പറയുന്ന പേര് നമ്മൾ നോക്കും. CE എന്ന് പറയുന്ന പേര് ഇവിടെ മാർക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, CE ഇതെന്ന് പറയുന്നത് മാർക്ക്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ BD എന്ന് പറയുന്ന പേരും നമ്മൾ മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്യുന്നത് മറ്റൊരു ഫിഗറിലാക്കി BD എന്ന് പറയുന്ന പേരും നമ്മൾ മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് AD ആണ്. AD വരുമ്പോഴത്തേക്ക് എക്ക് 0യും ഡിക്ക് 0യും കൊടുക്കുമ്പോൾ BB കിട്ടും. അങ്ങനൊരു പേര് ഇല്ല. പിന്നെ എക്ക് 1 കൊടുക്കുമ്പോഴും ഡിക്ക് 1 കൊടുക്കുമ്പോഴും CE കിട്ടും. അപ്പോൾ ആ ഒരു പേര് നമ്മളിപ്പോൾ മാർക്ക് CE എന്ന് പറയുന്നൊരു പേര് മാർക്ക്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, CE വന്ന ഈ പേരുണ്ടല്ലോ AD എന്ന് പറയുന്ന ആ പേരും നമ്മളങ്ങ് മാർക്ക് ചെയ്യും. ഈ പേരും നമ്മളങ്ങ് മാർക്ക് ചെയ്യും. പിന്നെ DC നമ്മൾ നോക്കും. ഡിക്ക് 0 കൊടുക്കുമ്പോൾ B കിട്ടും, സിക്ക് 0 കൊടുക്കുമ്പോൾ B കിട്ടും. BB എന്ന് പറയുന്നൊരു പേർ അവിടെ ഇല്ല, അപ്പം നോ പെയർ. ഡിക്ക് 1ഉം സിക്ക് 1ഉം കൊടുക്കുമ്പം EC കിട്ടും. അങ്ങനൊരു പേര് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, DC എന്ന് പറയുന്ന പേരും നമ്മൾ മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നോക്കും ഇതിനകത്തുള്ള ഇപ്പം നമുക്ക് കിട്ടിയ DCയോ ADയോ BDയോ ഏതെങ്കിലും ഒരെണ്ണം ട്രാൻസിഷനകത്ത് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കും. BCക്ക് DC വന്നേക്കുന്നത്, DC നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, BCയും കൂടെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് BCയും കൂടെ മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ നോക്കുന്ന എന്താണ്, DC ഇവിടെയും വന്നു, BCക്ക് വന്നു. പിന്നെ ABക്ക് CD വന്നേക്കുന്നു. CD നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ABയും കൂടെ ഈ ഫിഗറിനകത്ത് മാർക്ക് ചെയ്യും. ഈ മാർക്ക് ചെയ്തതിന് ശേഷം അൺമാർക്ക്ഡ് ആയിട്ടുള്ളത് നമ്മൾ എടുത്തെടുക്കും. അൺമാർക്ക്ഡ് ആയിട്ടുള്ള പേർ ഏതാണ്, AC ആണ്. അപ്പോൾ നമ്മൾ ഇനി ട്രാൻസിഷൻ ഡയഗ്രാം മിനിമൈസ് ചെയ്ത് വരയ്ക്കും. AC ഇപ്പോൾ അൺമാർക്ക്ഡ് ആയിട്ട് കിടന്ന പേരായിട്ടുള്ള AC നമ്മൾ ഒരുമിച്ച് വരയ്ക്കും. അതിനുശേഷം നമ്മൾ ഈ ഫിഗർ ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നമ്മുടെ ആദ്യത്തെ ഫിഗറിൽ നമ്മൾ നോക്കും. എക്ക് എക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് B ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ എന്ത് ചെയ്യും, എക്ക് 0 കൊടുക്കുമ്പം Bയിലോട്ട് വരയ്ക്കും. അതേ കണക്ക് തന്നെ എക്ക് 1 കൊടുക്കുമ്പോൾ എന്താണ്, Cയിലോട്ടാണ് പോകുന്നത്. AC ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് സെൽഫ് ലൂപ്പ് കൊടുക്കും. അതേപോലെ സിക്ക് 1 കൊടുക്കുമ്പോൾ A ആണ് കിട്ടുന്നത്. അപ്പം അല്ലെങ്കിൽ സെൽഫ് ലൂപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് തന്നെ വരയ്ക്കും. പിന്നെ ബാക്കിയുള്ള എലമെൻറ്റ്സ് നോക്കും. ബിക്ക് 0 കൊടുക്കുമ്പോൾ BN ആണ് കിട്ടുന്നത്. ബിക്ക് 1 കൊടുക്കുമ്പോൾ D കിട്ടും. ഡിക്ക് 0 കൊടുക്കുമ്പോൾ B കിട്ടും. ഡിക്ക് 1 കൊടുക്കുമ്പോൾ E കിട്ടും. അത് നമ്മൾ ഇതൊക്കെ എങ്ങനെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഫസ്റ്റിലത്തെ നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ കിട്ടിയ ഡയഗ്രാം, ഈ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് ഇൻപുട്ട് എങ്ങനെ കൊടുക്കും എന്നുള്ളത് നമ്മൾ നോക്കിയെടുക്കുന്നത്. അപ്പം ഇതാണ് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയാം. ടേബിൾ ഫില്ലിംഗ് മെത്തേഡിനകത്ത് നമുക്ക് ഇങ്ങനൊരു ഫിഗർ, ഒരു തന്നിരിക്കുന്ന DFനെ മിനിമൈസ് ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്കുള്ള സ്റ്റേറ്റ്സ് എല്ലാ പേരും വരുന്ന രീതിക്ക് നമ്മളിങ്ങനെ ഒരു ബോക്സ് വരയ്ക്കും. വരച്ചതിന് ശേഷം അത് ഡയഗണലായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യാതെ ബാലൻസ് താഴെ വരുന്ന ഭാഗങ്ങൾ നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ വരയ്ക്കും. അതിനകത്ത് ഒരു ഈ പെയർ നോക്കുന്ന സമയത്ത് ഒരു ഈ AB AC BC എന്ന് പറയുന്ന പേരൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഒരു എൻ സ്റ്റേറ്റും ഒരു എൻ സ്റ്റേറ്റ് അല്ലാത്തതും വരണമെന്ന് നമ്മൾക്കൊരു കണ്ടീഷനുണ്ട്. അങ്ങനെ വരുന്ന എത്രയും നമ്മൾ മാർക്ക് ചെയ്യും. ബാലൻസ് വരുന്ന ഏതെങ്കിലും മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ അതൊക്കെ എല്ലാം പറ്റുന്ന അത്രയും ഈ ഫിഗറിനകത്ത് മാർക്ക് ചെയ്യും. അതിനുശേഷം അൺമാർക്ക്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കും. ആ ഒരു സ്റ്റേറ്റ് മാത്രം ഒരുമിച്ച് എഴുതും. എന്നിട്ട് മറ്റേ ട്രാൻസിഷൻ ഡയഗ്രാം കൊടുത്ത് നോക്കി നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഇതാണ് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ടേബിളൊക്കെ കറക്റ്റായിട്ട് വരച്ച് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 14 മാർക്കും എങ്ങും പോകാതെ സുഖമായിട്ട് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ്.